ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 124 വാല്യം 3 മൂടുപടം ധരിച്ച സ്ത്രീ തെളിവെള്ളം എന്ന സ്ഥലത്ത്. വല്ലാത്ത കാലാവസ്ഥ. ഒരൊറ്റ തീർത്ഥാടകർ പോലുമില്ലാത്ത ദിവസം. തോരാത്ത മഴ. ആകെ ജലപ്രവാഹം. മെതിക്കളം ഒരു കുളമായിരിക്കുന്നു. ഉണക്ക ഇലകൾ ഒഴുകി നടക്കുന്നു. ഈ ഇലയെല്ലാം എവിടെ നിന്ന് വന്നെന്ന് തോന്നും. കാറ്റ് പറപ്പിച്ചുകൊണ്ട് വന്നവയാണ് കുറെയെല്ലാം. കാറ്റു കൂവിക്കൊണ്ട് വീശി ജനൽവാതിലുകളെല്ലാം കുലുക്കുന്നു. മഴവെള്ളം കയറാതിരിക്കാൻ അടുക്കളവാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. അതിനാൽ അടുക്കളയിൽ സാധാരണയിലധികം ഇരുട്ടാണ്. അടുക്കള നിറയെ പുക. കാറ്റ് ചിമ്മിനിയിൽ നിന്നും പുക അടിച്ച് അടുക്കളയിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. ശിഷ്യരെല്ലാം പുക നിമിത്തം ചുമയ്ക്കുകയും അവരുടെ കണ്ണിൽ നിന്നും വെള്ളം ഉതിർക്കുകയും ചെയ്യുന്നു. സോളമൻ പറഞ്ഞത് ശരിയാണ്, പത്രോസ് പറയുന്നു. 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ അവന്റെ ഭവനത്തിൽ നിന്ന് ഓടിച്ചു കളയുന്നത്. കലഹപ്രിയയായ ഭാര്യ. ഞാൻ എന്റേതിനെ അനുജന്മാരുമായി വഴക്കടിക്കാൻ കഫർനാമിൽ വിട്ടിട്ട് പോന്നു. പുകയുള്ള അടുപ്പ്. ചോർച്ചയുള്ള മേൽപ്പുര. അവസാനം പറഞ്ഞവ രണ്ടും നമുക്കുണ്ട്. എന്നാൽ ചിമ്മിനിയുടെ കാര്യം നാളെ ഞാൻ ശരിയാക്കും. ഞാൻ പുരപ്പുറത്ത് കയറും. നിങ്ങൾ ജെയിംസും ജോണും ആൻഡ്രുവും എന്റെ കൂടെ വരണം. നമുക്ക് പുകക്കുഴൽ കുറെ പൊക്കി വച്ച് അതിന്റെ മുകൾ സ്ലേറ്റ് പാളികൾ കൊണ്ട് മൂടാം. സ്ലേറ്റ് എവിടെ നിന്ന് കിട്ടും? തോമസ് ചോദിക്കുന്നു. ഷെഡിൽ നിന്ന് അത് ഇളക്കിയെടുക്കാം. അവിടം കുറച്ച് നനഞ്ഞെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ ഇവിടെ നീ പാകം ചെയ്യുന്ന ഭക്ഷണത്തിന്മേലെല്ലാം പുകവെള്ളത്തിന്റെ തുള്ളികൾ ഇനി ഉണ്ടാകയില്ലല്ലോ എന്നോർത്തിട്ട് വിഷമമാണോ? ഒട്ടും വിഷമമില്ല. നിനക്കത് ചെയ്യാൻ കഴിയണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ നോക്കൂ, എന്തൊരു കോലം! അടുപ്പിനടുത്ത് നിൽക്കുമ്പോൾ എന്റെ തലയിലേക്കാണ് മഴ വീഴുന്നത്. നീ ഈജിപ്തിലെ ഒരു ഭീകര സത്വത്തെ പോലെയുണ്ട്, ജോൺ ചിരിച്ചുകൊണ്ട് പറയുന്നു. തോമസിന്റെ തുടുത്ത ആ നല്ല മുഖത്ത് കറുത്ത കരി പിടിച്ച് അനേകം കോമാകൾ വിതറിയിരിക്കുകയാണ്. എപ്പോഴും സന്തോഷവാനായ തോമസ് ആണ് ആദ്യം ചിരിക്കുന്നത്. ഈശോയും ചിരിക്കുന്നു. കാരണം അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു തുള്ളി കരിവെള്ളം തോമസിന്റെ മൂക്കിന്റെ അറ്റത്ത് വന്ന് നിന്നു. നീ കാലാവസ്ഥാ വിദഗ്ധനാണല്ലോ, എന്തു പറയുന്നു? ഈ സ്ഥിതി നീണ്ടു നിൽക്കുമോ? ഈ അവസാന ദിവസങ്ങളിൽ വളരെ മെച്ചപ്പെട്ട സ്വഭാവത്തിലേക്ക് വന്ന കറിയോത്തുകാരൻ പത്രോസിനോട് ചോദിക്കുന്നു. 1 മിനിറ്റിനുള്ളിൽ പറയാം. ഞാൻ നക്ഷത്രനില നോക്കി വരട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പത്രോസ് വാതിൽക്കലേക്ക് നീങ്ങി. വാതിൽ സ്വൽപ്പം തുറന്ന് തലയും ഒരു കൈയും വെളിയിലിടുന്നു. എന്നിട്ട് പറയുന്നു, ശക്തി കുറഞ്ഞ ഒരു തെക്കൻ കാറ്റ്. ചൂടും കട്ടിയായ മൂടൽമഞ്ഞും. വളരെ കുറച്ച്. പത്രോസ് ശബ്ദം വളരെ താഴ്ത്തി പറഞ്ഞ ശേഷം വാതിൽ തുറന്നിട്ട് വശങ്ങളിലേക്ക് നോക്കുന്നു. എന്തു പറ്റി? 3-4 പേർ ഒരുമിച്ച് ചോദിക്കുന്നു. ശാന്തമായിരിക്കാൻ പത്രോസ് ആംഗ്യം കാണിക്കുന്നു. അയാൾ ചുറ്റും നോക്കിയിട്ട് മന്ത്രിക്കുന്നു. ആ സ്ത്രീ അവിടെയുണ്ട്. അവൾ കിണറ്റിൽ നിന്ന് സ്വൽപ്പം വെള്ളം കുടിച്ചു. മുറ്റത്ത് കിടന്നിരുന്ന ഒരു കമ്പെടുത്തു. അത് നനഞ്ഞതാണ്, കത്തുകയില്ല. അവൾ പോകുകയാണ്. ഞാൻ അവളുടെ പിന്നാലെ പോകുകയാണ്. എനിക്കറിയണം. ഒട്ടും ശബ്ദമുണ്ടാക്കാതെ പത്രോസ് പോകുന്നു. ഈ സമയമെല്ലാം ഒന്നും കേൾക്കാത്തവനെ പോലെ ഈശോ ഒന്നും പറയുന്നില്ല. ഈശോയ്ക്കറിയാമെന്നുള്ള ഉറപ്പോടെ എല്ലാവരും ഈശോയെ നോക്കുന്നു. എന്നാൽ ഈശോ നല്ല മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് ഒരു മാർദ്ദവമുള്ള തടിക്കഷ്ണം ചെത്തി ഒരുക്കി ഒരു മുള്ളാക്കുകയാണ്. തിളയ്ക്കുന്ന വെള്ളത്തിൽ നിന്നും സസ്യങ്ങൾ കുത്തിയെടുക്കാൻ. പണി പൂർത്തിയായപ്പോൾ തോമസിനെ വിളിച്ച് അത് കൊടുക്കുന്നു. തോമസ് പാചകജോലി മുഴുവൻ ഏറ്റിരിക്കുകയാണ്. ഗുരുവേ, എത്ര നന്നായിരിക്കുന്നു! എന്നാൽ അവൾ ആരാണെന്ന് ഞങ്ങളോടൊന്ന് പറയുമോ? ഒരാത്മാവ്. എനിക്ക് നിങ്ങളെല്ലാവരും ആത്മാക്കളാണ്, വേറൊന്നുമല്ല. പുരുഷന്മാർ, സ്ത്രീകൾ, വൃദ്ധജനങ്ങൾ, കുട്ടികൾ എല്ലാവരും ആത്മാക്കളാണ്. ആത്മാക്കൾ മാത്രം, വേറൊന്നുമല്ല. കുട്ടികൾ വെള്ള ആത്മാക്കളാണ്. ചെറുപ്പക്കാരായ ബാലന്മാർ നീല ആത്മാക്കളും യുവജനങ്ങൾ ഇളം ചുമപ്പ് ആത്മാക്കളും നീതിമാന്മാരായ ആളുകൾ സ്വർണ്ണ ആത്മാക്കളും
പാപികൾ കരിതേക്കപ്പെട്ട ആത്മാക്കളുമാണ്. എന്നാൽ ആത്മാക്കൾ മാത്രം. വെളുത്ത ആത്മാക്കളുടെ മേൽ ഞാൻ പുഞ്ചിരി തൂകുന്നു. കാരണം ഞാൻ ദേവദൂതന്മാരെ നോക്കി പുഞ്ചിരി തൂകുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെടുക. നീലയും ഇളം ചുവപ്പുമായ പൂക്കളാകുന്ന നല്ല യുവജനങ്ങളുടെ ഇടയിൽ ഞാൻ വിശ്രമിക്കുന്നു. നീതിമാന്മാരുടെ വിലയേറിയ ആത്മാക്കളെ കണ്ട് ഞാൻ ആനന്ദിക്കുന്നു. പാപികളുടെ ആത്മാക്കളെ വിലയേറിയതും ശ്രേഷ്ഠവുമാക്കാൻ ഞാൻ ബുദ്ധിമുട്ടുകയും സഹിക്കുകയും ചെയ്യുന്നു. മുഖങ്ങൾ, ശരീരം ഇവ ഒന്നുമല്ല. ഞാൻ നിങ്ങളെ അറിയുന്നതും മനസ്സിലാക്കുന്നതും നിങ്ങളുടെ ആത്മാക്കൾ നിമിത്തമാണ്. അപ്പോൾ ഏതുതരം ആത്മാവാണ് അവൾ? എന്റെ സ്നേഹിതരുടെ ആത്മാക്കളെക്കാൾ ജിജ്ഞാസ കുറവുള്ള ഒരാത്മാവ്. കാരണം അവൾ അന്വേഷിച്ചു നടക്കുന്നില്ല, ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. ഒരു വാക്കോ ഒരു നോട്ടം പോലുമോ ഇല്ലാതെ അവൾ വരികയും പോകുകയും ചെയ്യുന്നു. ഞാൻ വിചാരിച്ചു അവൾ ഒരു വേശ്യയോ കുഷ്ഠരോഗിണിയോ ആയിരിക്കുമെന്ന്. എന്നാൽ പിന്നീട് എന്റെ അഭിപ്രായം മാറി. കാരണം, ഗുരുവേ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അങ്ങ് എന്നെ ശാസിക്കുമോ? കറിയോത്തുകാരൻ ഈശോയുടെ അടുത്ത് ചെന്ന് അവിടുത്തെ കാൽക്കൽ നിലത്തിരുന്നു കൊണ്ട് ചോദിക്കുന്നു. അയാൾക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ എളിമയുണ്ട്, കാരുണ്യമുണ്ട്. വലിയ ഗമയിലും ധാർഷ്ട്യത്തോടും പെരുമാറുമ്പോഴെന്നതിനേക്കാൾ കാഴ്ചയിലും ഭേദപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ സുന്ദരനായിരിക്കുന്നു. ഞാൻ നിന്നെ ശാസിക്കയില്ല. എന്നോട് പറയൂ, അവൾ എവിടെയാണ് വസിക്കുന്നതെന്ന് എനിക്കറിയാം. ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞാൻ അവളെ അനുഗമിച്ചു. വെള്ളം കൊണ്ടുവരാൻ പോകുന്ന ഭാവത്തിലാണ് ഞാൻ പോയത്. കാരണം എന്നും സന്ധ്യയ്ക്ക് അവൾ കിണറ്റിൻകരെ വരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു ദിവസം രാവിലെ ഒരു വെള്ളി ഹെയർ പിൻ ഞാൻ നിലത്ത് കണ്ടു. കിണറിന്റെ വക്കിനടുത്ത് അവളുടെ പക്കൽ നിന്ന് അത് പോയതാണെന്ന് ഞാൻ മനസ്സിലാക്കി. വനത്തിൽ ഒരു ചെറിയ കുടിലിലാണവൾ വസിക്കുന്നത്. ഒരുപക്ഷെ അത് കൃഷിക്കാരുപയോഗിച്ചിരുന്നതായിരിക്കണം. പകുതി ജീർണിച്ചതാണ്. അവൾ കുറെ കമ്പുകൾ മുകളിൽ നിരത്തി മേൽക്കൂരയാക്കി. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം ഇവിടുന്ന് അവൾ ഒരു കമ്പുമെടുത്ത് പോയത്. അത് ഒരു ഗുഹയാണ്. എങ്ങനെ അവൾക്കതിൽ കഴിയാൻ പറ്റും എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു വലിയ പട്ടിക്കോ ഒരു കഴുതക്കുട്ടിക്കോ കഷ്ടിച്ച് അതിൽ കിടക്കാം. അന്ന് നിലാവുണ്ടായിരുന്നു. അതിനാൽ എനിക്ക് ശരിയായി കാണാൻ കഴിഞ്ഞു. തിളങ്ങി നിൽക്കുന്ന ഞാറക്കാട്ടിലാണത്. അകത്ത് യാതൊന്നുമില്ല, വാതിലുമില്ല. അതുകൊണ്ടാണ് അവൾ വേശ്യയല്ലെന്ന് ഞാൻ അനുമാനിച്ചത്. നീ അത് ചെയ്യരുതായിരുന്നു. എന്നാൽ എന്നോട് സത്യം പറയൂ, നീ വേറെന്തെങ്കിലും ചെയ്തോ? ഇല്ല ഗുരുവേ, അവളെ കണ്ടാൽ കൊള്ളാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ജെറീക്കോ മുതൽ ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. വളരെ ധൃതിയിലുള്ള ആ നടപ്പ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അവളുടെ ആകാര സൗഷ്ഠവവും ഞാൻ മനസ്സിലാക്കി. ഇത്രയധികം വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിലും അത് എളുപ്പത്തിൽ മനസ്സിലാകും. എന്നാൽ അവൾ നിലത്ത് കിടക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒളിഞ്ഞു നോക്കുകയും മറ്റും ചെയ്തില്ല. ഒരുപക്ഷെ അവളുടെ മൂടുപടം മാറ്റിക്കാണും. എന്നാൽ ഞാൻ അവളോട് ബഹുമാനം കാണിച്ചു. ഈശോ അയാളെ തറപ്പിച്ചു നോക്കി പറയുന്നു, അതിന് നീ സഹിക്കുകയും ചെയ്തു, ഇല്ലേ? എന്നാൽ നീ സത്യം പറഞ്ഞു. ഞാൻ നിന്നോട് പറയുന്നു, നിന്നോട് എനിക്ക് പ്രീതിയുണ്ട്. അടുത്ത പ്രാവശ്യം നല്ലവനായി വർത്തിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകയില്ല. ആദ്യത്തെ പടിയാണ് പ്രധാനം. നീ നന്നായി ചെയ്തു യൂദാസ്. ഈശോ അയാളെ തഴുകുന്നു. പത്രോസ് തിരിച്ചു വരുന്നു. ഗുരുവേ, ആ സ്ത്രീക്ക് ഭ്രാന്താണ്. അവൾ എവിടാണെന്നറിയാമോ? ആറ്റിന്റെ വക്കത്ത് ഒരു കാട്ടിൽ ഒരു ചെറു കുടിലിൽ. ഒരുപക്ഷെ ഒരു കാലത്ത് മീൻപിടുത്തക്കാരോ തടിവെട്ടുകാരോ ഉപയോഗിച്ചിരുന്നതായിരിക്കണം. ആർക്കറിയാം? ഇത്രയും ഈർപ്പമുള്ള സ്ഥലത്ത് ഒരു കുഴിയിൽ കുറ്റിക്കാടിന്റെ നടുവിൽ ഒരു സാധു സ്ത്രീക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ അവളോട് പറഞ്ഞു, എന്നോട് സത്യം പറയൂ, നീ ഒരു കുഷ്ഠരോഗിണിയാണോ? അവൾ വളരെ താണസ്വരത്തിൽ പറഞ്ഞു, അല്ല. സത്യം ചെയ്യൂ, ഞാൻ പറഞ്ഞു. ഞാൻ സത്യം ചെയ്യുന്നു എന്നവൾ പറഞ്ഞു. സൂക്ഷിച്ചുകൊള്ളൂ. നീ കുഷ്ഠരോഗിണിയാണെങ്കിൽ നീ അത് പറയാതെ ഞങ്ങളുടെ വീടിനടുത്ത് വരികയും ഞാൻ അത് കണ്ടുപിടിക്കുകയും ചെയ്താൽ നിന്നെ കല്ലെറിയിക്കും. എന്നാൽ നീ പീഡിപ്പിക്കപ്പെടുന്നവളാണെങ്കിൽ, നീ ഒരു കള്ളിയോ കൊലപാതകിനിയോ ആയിട്ട് നീ
ഞങ്ങളെ ഭയപ്പെട്ടാണ് ഇവിടെ കഴിയുന്നതെങ്കിൽ നീ ഭയപ്പെടേണ്ട. നിനക്ക് ഒരു ഉപദ്രവവും ഉണ്ടാകയില്ല. എന്നാൽ അവിടുന്ന് ഇറങ്ങി വരൂ. നീ വെള്ളത്തിലാണ് കിടക്കുന്നതെന്ന് കാണുന്നില്ലേ? നിനക്ക് വിശക്കുന്നുണ്ടോ? നിനക്ക് തണുക്കുന്നുണ്ടോ? നീ വിറയ്ക്കുന്നില്ലേ? ഞാൻ വൃദ്ധനായ ഒരു മനുഷ്യനാണെന്ന് നിനക്ക് കാണാമല്ലോ. ഞാൻ നിന്നെ പ്രണയിക്കയില്ല. എനിക്ക് പ്രായമായി. ഞാൻ സത്യത്തിൽ വ്യാപരിക്കുന്നവനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. എന്നാൽ അവൾ വരികയില്ല. വെള്ളത്തിൽ കിടക്കുന്ന അവളെ മരിച്ചായിരിക്കും നമ്മൾ കാണുക. ഈശോ വിഷാദപൂർവം ചിന്തിക്കുന്നു. തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്ന 12 മുഖങ്ങളെയും ഈശോ വീക്ഷിച്ച് ചോദിക്കുന്നു, നമ്മൾ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഗുരുവേ, അങ്ങ് നിശ്ചയിക്കുന്നത് ഞങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. വേണ്ട, നിങ്ങൾ തീരുമാനിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ സൽപ്പേരും കൂടെ ഉൾപ്പെടുന്ന ഒരു കാര്യമാണിത്. അതിനെ സംരക്ഷിക്കാൻ നിങ്ങൾക്കുള്ള അവകാശത്തെ ഞാൻ ലംഘിക്കാൻ പാടില്ല. അവൾ അവിടെ കിടന്നുകൊള്ളട്ടെ എന്നുപേക്ഷിക്കാൻ പാടില്ല എന്ന് കാരുണ്യത്തിന്റെ പേരിൽ ഞാൻ പറയുന്നു. സൈമൺ അഭിപ്രായപ്പെടുന്നു. ബർത്തലോമിയോ പറയുന്നു, ആ വലിയ മുറിയിൽ ഇന്ന് അവളെ താമസിപ്പിക്കാം. തീർത്ഥാടകർ അവിടെ വരുന്നതല്ലേ, അവൾക്കും അവിടെ വരാമല്ലോ. എത്രയായാലും എല്ലാവരെയും പോലെ ഒരു സൃഷ്ടിയാണവളും. ആൻഡ്രൂ അഭിപ്രായപ്പെടുന്നു. എന്തു തന്നെയായാലും ഇന്ന് ഒരുത്തരും വരികയില്ല. അതിനാൽ മാത്യു ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ പറയുന്നത്, ഇന്നത്തേക്ക് അവൾക്ക് നമ്മൾ ആതിഥ്യം നൽകണം. നാളെ നടത്തിപ്പുകാരനോട് പറയാം. അയാൾ ഒരു നല്ല മനുഷ്യനാണ്. യൂദാസ് തദേവൂസ് പറയുന്നു. പലതുണ്ട്. അവയിലൊന്ന് അവളുടെ പൊളിഞ്ഞ ഗുഹയോട് തുലനം ചെയ്താൽ രാജകൊട്ടാരം പോലെയാണ്. പത്രോസ് അഭിപ്രായപ്പെടുന്നു. എന്നാൽ പോയി അവളോട് പറയൂ. തോമസ് പ്രോത്സാഹന വാക്കുകൾ പറയുകയാണ്. ചെറുപ്പക്കാർ ഒന്നും പറഞ്ഞില്ലല്ലോ, ഈശോ ചൂണ്ടിക്കാണിക്കുന്നു. എന്നെ സംബന്ധിച്ചാണെങ്കിൽ നീ ചെയ്യുന്നതെല്ലാം എനിക്ക് സന്തോഷമാണ്, സഹോദരൻ ജെയിംസ് പറയുന്നു. മറ്റേ ജെയിംസും അയാളുടെ സഹോദരനും ഒരുമിച്ച് പറയുന്നു. ഞങ്ങളും അത് തന്നെ പറയുന്നു. ഭാഗ്യക്കേടിന് വല്ല ഫരിസേയനും ഇതിലെ വന്നിട്ടുണ്ടെങ്കിൽ എന്നൊരു ഭയമേ എനിക്കുള്ളൂ, ഫിലിപ്പ് അഭിപ്രായപ്പെടുന്നു. ഓ, നമ്മൾ ഇനി മേഘങ്ങളിൽ പോയി വസിച്ചാലും നമ്മളെ കുറ്റം പറയുകയില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നോ? അവർ ദൈവത്തെ കുറ്റപ്പെടുത്താത്തത് അവൻ വളരെ ദൂരെ ആയതുകൊണ്ടാണ്. എന്നാൽ അബ്രാഹത്തിനും യാക്കോബിനും മോശയ്ക്കും കിട്ടിയതുപോലെ ദൈവത്തെ അവർക്ക് അടുത്ത് കിട്ടിയിരുന്നെങ്കിൽ അവർ ദൈവത്തെ ശാസിക്കുമായിരുന്നു. അവരുടെ നോട്ടത്തിൽ കുറ്റമില്ലാത്തവരായി ആരുണ്ട്? കൊള്ളാം, എന്നാൽ വലിയ മുറിയിൽ വന്ന് താമസിച്ചു കൊള്ളാൻ അവളോട് പോയി പറയുക. പത്രോസ് സൈമണെയും ബർത്തലോമിയായെയും കൂട്ടിക്കൊണ്ടു പോകൂ. നിങ്ങൾ പ്രായമുള്ളവരായതുകൊണ്ട് നിങ്ങളുടെ കൂടെ പോരാൻ അവൾക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുകയില്ല. ചൂടുള്ള ഭക്ഷണവും ഉണങ്ങിയ വസ്ത്രവും തരാമെന്ന് അവളോട് പറയുക. ഐസക്കിന്റെ വസ്ത്രം കൊടുക്കാം. നോക്കൂ, എല്ലാത്തിനും ഉപയോഗമുണ്ട്. ഒരു മനുഷ്യന് നൽകപ്പെട്ട സ്ത്രീയുടെ വസ്ത്രത്തിനും. പ്രായം കുറഞ്ഞവർ ചിരിക്കുന്നു. കാരണം ഇപ്പറഞ്ഞ വസ്ത്രത്തിന് രസം പിടിച്ച എന്തോ കഥയുണ്ടായിരിക്കണം. പ്രായമുള്ള 3 പേരും പുറത്തേക്ക് പോകുന്നു. അധികം താമസിയാതെ അവർ തിരിച്ചെത്തുന്നു. കുറെ പണിയേണ്ടതായി വന്നു. എന്നാൽ അവസാനം അവൾ വന്നു. അവൾക്ക് ഒരു ശല്യവും ഉണ്ടാകയില്ലെന്ന് ഞങ്ങൾ ശപഥം ചെയ്തു കഴിഞ്ഞു. ഇനി കുറച്ച് വൈക്കോലും വസ്ത്രവും കൊണ്ടുപോയി കൊടുക്കാം. കുറച്ച് റൊട്ടിയും സസ്യങ്ങളും തരൂ. ഇന്ന് ഭക്ഷണത്തിന് അവൾക്കൊന്നും ഇല്ലായിരുന്നു. ഈ വെള്ളപ്പൊക്കത്തിൽ ആര് പുറത്തേക്കിറങ്ങും? നല്ലവനായ പത്രോസ് സാധനങ്ങളുമായി പോകുന്നു. കൊള്ളാം, ഇനി എല്ലാവരും പാലിക്കേണ്ട ഒരു കൽപ്പനയുണ്ട്. യാതൊരു കാരണവശാലും ആ മുറിയിലേക്ക് പോകരുത്. നാളെ നമുക്ക് വേണ്ടതെല്ലാം ചെയ്യാം. നന്മയെ പ്രതി മാത്രം നന്മ ചെയ്തു നിങ്ങൾ തഴങ്ങണം. ജിജ്ഞാസ കൂടാതെയും ആ പ്രവൃത്തിയിലൂടെ കുറെ നേരം പോക്കുണ്ടാക്കണമെന്ന ആഗ്രഹം കൂടാതെയും മറ്റിതുപോലെ എന്തെങ്കിലും താല്പര്യത്തിന് ഇടം കൊടുക്കാതെയും നന്മ ചെയ്യണം. നോക്കൂ, ഇന്ന് ഉപകാരപ്രദമായ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് നിങ്ങൾ പരാതി പറഞ്ഞല്ലോ. നമ്മുടെ അയൽക്കാരിയെ നമ്മൾ സ്നേഹിച്ചു. ഇതിനേക്കാൾ ശ്രേഷ്ഠമായി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അവൾ ദുഃഖിതയായ ഒരു സ്ത്രീയാണെങ്കിൽ തീർച്ചയായും അവൾ അങ്ങനെയാണ്. നമ്മൾ കൊടുത്ത പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം എന്നിവയേക്കാൾ നമ്മുടെ സ്നേഹം അവളുടെ മനസ്സിന് എത്രമാത്രം
ആശ്വാസം നൽകിയിട്ടുണ്ടാവണം. അവൾ ഒരു കുറ്റക്കാരിയാണെങ്കിൽ, പാപിനിയാണെങ്കിൽ, ദൈവത്തെ അന്വേഷിക്കുന്നവളാണെങ്കിൽ നമ്മുടെ സ്നേഹം ഏറ്റവും നല്ല പാഠമായിരിക്കില്ലേ? ദൈവത്തിന്റെ വഴിയിലേക്ക് അവളെ നയിക്കാൻ ഉതകുന്ന ശക്തമായ വാക്കും വ്യക്തമായ പ്രേരണയുമായിരിക്കില്ലേ? ഒരു ശബ്ദവും കേൾപ്പിക്കാതെ പത്രോസ് തിരിച്ചു വന്ന് ഗുരുവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്നു. എന്റെ സ്നേഹിതരെ, നോക്കൂ, ഇസ്രായേലിൽ അനേകം അധ്യാപകരുണ്ട്. അവർ എപ്പോഴും സംസാരിക്കുന്നുമുണ്ട്. എന്നാൽ ആത്മാക്കൾ പഴയ സ്ഥിതിയിൽ തന്നെ. എന്തുകൊണ്ട്? കാരണം അധ്യാപകരുടെ വാക്കുകൾ അവർ കേൾക്കുന്നു, പ്രവൃത്തികൾ കാണുകയും ചെയ്യുന്നു. അവരുടെ പ്രവൃത്തികൾ അവരുടെ വാക്കുകളെ നശിപ്പിക്കുന്നു. ആത്മാക്കൾ കുറെ കൂടെ പിന്നോക്കം പോയിട്ടില്ലെങ്കിൽ തന്നെ അവ പൂർവസ്ഥിതിയിൽ കഴിയുന്നു. എന്നാൽ താൻ പറയുന്നത് സ്വയം ചെയ്യുകയും എല്ലാ പ്രവൃത്തികളിലും ഒരു വിശുദ്ധനെ പോലെ വർത്തിക്കുകയും ചെയ്യുന്ന ആൾ ആത്മാക്കളെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്നു. ശാരീരിക ആവശ്യങ്ങൾ, അപ്പം, ഭക്ഷണം, കിടക്കാൻ സ്ഥലം, ഇങ്ങനെയുള്ളവയായിരിക്കാം അയാൾ നിറവേറ്റുന്നത്. എന്നാൽ ഈ പ്രവൃത്തികൾ ആ സഹോദരനോട് പറയുന്നത് ഇതാണ്: ദൈവം ഉണ്ട്, ദൈവം ഇവിടെയുണ്ട്. ഓ സ്നേഹം! ഞാൻ ഗൗരവമായി പറയുന്നു, സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയും മറ്റുള്ളവരെയും രക്ഷിക്കുന്നു. ഗുരുവേ, അങ്ങ് പറയുന്നത് സത്യമാണ്. ആ സ്ത്രീ എന്നോട് പറയുകയാണ്, രക്ഷകൻ അനുഗ്രഹീതനാകട്ടെ എന്ന്. എന്നിട്ടോ ഞാൻ ഒരു സാധു മനുഷ്യനാണെങ്കിലും അവൾ എന്റെ പാദങ്ങൾ ചുംബിക്കാൻ ഒരുങ്ങി. അവളുടെ മൂടുപടത്തിനുള്ളിൽ അവൾ കരയുകയായിരുന്നു. ആർക്കറിയാം, രാക്കിളികളാരും ജെറുസലത്ത് നിന്ന് വരികയില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയല്ലെങ്കിൽ ആര് നമ്മെ രക്ഷിക്കും? പിതാവിന്റെ വിധിയിൽ നിന്ന് നമ്മുടെ മനസാക്ഷി നമ്മെ രക്ഷിക്കും. അത് മതി, ഈശോ പറയുന്നു. ഭക്ഷണം ആശീർവദിച്ച് സമർപ്പിച്ച ശേഷം ഈശോ ഭക്ഷണത്തിനിരിക്കുന്നു. ദർശനം അവസാനിക്കുന്നു.